എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യംഗമായ അവിട്ട ദിന ആശംസകൾ. ഈ തിരുവോണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ പ്രഥമനൊക്കെ കഴിച്ച്, പക്ഷേങ്കിൽ ഈ തിരുവോണ സദ്യയേക്കാളും ഭയങ്കര രുചികരമായൊരു സാധനം തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ടത്തിനന്ന് രാവിലെ കഞ്ഞി കുടിക്കാന്ന് പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അവിട്ടക്കട്ടി പൊട്ടിക്കാന്നൊക്കെ പറയും. ഇത് കാണുമ്പോൾ ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ പറയും ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിൽ കേട്ടില്ലല്ലേ, അപ്പം വൃത്തിയുടെ സാധനം കഴിക്കുന്നു തോന്നും. പക്ഷെ ഇത് വൃത്തിയുടെ സാധനമല്ല. കഴിച്ച് ശീലിച്ചിട്ടുള്ളവരോ കഴിച്ച് പരിചയമുള്ള ആൾക്കാർക്കോ ഇത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സാധനമാണ്. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഡയറ്റ് അങ്ങ് മാറ്റുകയാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ഒരുപാട് ചോറെടുത്തില്ല. സാധാരണഗതിയിൽ ഈ ഒരു പാത്രം നിറച്ച് കാണും, പക്ഷെ ഇപ്പോൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ആദ്യം സാമ്പാർ ഒരു ശകലം പുളിപ്പ് വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് പുളിപ്പുണ്ടോ എന്ന് അറിയത്തില്ല, കാരണം വെച്ചാൽ ഇന്നലെ വൈകിട്ട് അത് ഉച്ച കഴിഞ്ഞപ്പോഴെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. എൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇച്ചിരി സാമ്പാർ വെച്ച് ശകലോടെ സാമ്പാർ പക്ഷേ കട്ടിക്ക് വേണം. സാമ്പാർ പെട്ടെന്ന് വേണം. അവിയൽ ഇപ്പോഴത്തെ പാത്രത്തിൻ്റെ പകുതിയായി. തോരന്, കൈതച്ചക്ക പച്ചടി, വെളിച്ചെണ്ണ മധുരം, വെള്ളപ്പച്ചടി, ബീട്രൂട്ട് പച്ചടി, പുളിശ്ശേരി, കട്ട പുളിശ്ശേരി, കടുമാങ്ങാച്ചാറൊക്കെ ഇതിനകത്ത് ഏറ്റവും ഇഞ്ചിക്കറി, പുളിയിഞ്ചി, ഇച്ചിരി പുളിയിഞ്ചിയും കൂടെ ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ഇളക്കുമ്പോൾ നമ്മൾ ഈ മാനേഴ്സ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കയ്യുടെ ഉള്ളം കയ്യിൽ തൊടാതെ വേണം ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ചില ആൾക്കാരുടെ മാനേഴ്സ് ഫുഡ്, അതൊക്കെ അങ്ങ് പോകും. അതൊക്കെ അങ്ങോട്ട് മാറി നമ്മളിങ്ങനെ കൈ കൊണ്ടിട്ടങ്ങോട്ട് ഇളക്കി അങ്ങോട്ട്, സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ. അപ്പം കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടുപോയി സമയം ഇപ്പം 9 മണി ആയില്ലയോ. ചില ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം ഏകദേശം കൂട്ടൊരു പരുവത്തിലാക്കി. എന്നിട്ട് ശകലം കാന്താരി കൂടി എൻ്റെ കൂട്ടടയ്ക്കും. കാന്താരി അടയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ചെറിയൊരു പലക ഉണ്ടല്ലോ, നമ്മൾ പണ്ട് അടച്ചൊട്ടിപ്പലക എന്നൊക്കെ പറയും. ആ സാധനത്തെ വെച്ച് കാന്താരിയൊക്കെ അടച്ചിങ്ങനെ അതുകൂടെ കൊണ്ടുവരുന്നുണ്ട്. അതിങ്ങനെ അടയ്ക്കാൻ കൂടി തൊട്ട് തക്കി ഇതും കൂടെ വെച്ചാൽ പൊന്നു, ഒരു ബിരിയാണിക്കും ഒരു കുഴിമന്തിക്കും കിട്ടത്തില്ല സുഖം, ഒരു സദ്യക്കും കിട്ടത്തില്ല.